വീണ്ടും വീണ്ടും സി പി എമ്മിനെ നന്നാക്കാനുള്ള സജീവ ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏഷ്യാനെറ്റ്. പിണറായി വിജയനെയും സി പി എമ്മിനെയും നാല് തെറി പറയാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത എഡിറ്റോറിയൽ ബോർഡാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ ഏഷ്യാനെറ്റിന് സ്വസ്ഥമായി ഉറങ്ങാൻ അവതാരകൻ അബ്ജോദിന് മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞത് എന്നെ തല്ലണ്ടമ്മാവ എന്ന തലക്കെട്ടിൽ പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും ചിത്രം ചേർത്ത് വച്ചുള്ള ന്യൂസ് അവർ ചർച്ചയായിരുന്നു. ചാനലുകൾ, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ്, രാഷ്ട്രീയ നിരീക്ഷകർക്ക് പ്രായപരിധി മാനദണ്ഡമാക്കുകയോ നിർബന്ധിത റിട്ടയർമെൻറ്റ് നടപ്പാക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഇന്നലെ എന്നല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി രാഷ്ട്രീയ നിരീക്ഷക വേഷം അണിഞ്ഞെത്തുന്ന ജോസഫ് സി മാത്യു നിശ്ചയമായും അതിഥി പാനലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചർച്ചയുടെ പോക്ക് ഏത് വഴിക്കാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ എന്നല്ല, ഇന്നും നാളെയും നാളുകളിലും ജോസഫ് സി മാത്യു ഏഷ്യാനെറ്റിൻ്റെ പാനലുണ്ടാകും. ഉപ്പില്ലാതെ എന്ത് കറി, ജോസഫ് സി മാത്യു ഇല്ലാതെ എന്ത് ചർച്ച. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം നമുക്ക് അബ്ജോദിൻ്റെ ചോദ്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. 1. പഠിച്ചു തിരുത്തുമെന്ന് പറഞ്ഞവർ ഒന്നും പഠിച്ചില്ലേ? 2. ഒന്നും പഠിക്കാനോ തിരുത്താനോ ആത്മാർത്ഥമായി ശ്രമിക്കില്ലേ? 3. വർഗവഞ്ചകരെന്നും കുലംകുത്തികളെന്നും കോടാലിക്കൈകളെന്നുമുള്ള മടുപ്പിക്കുന്ന പദാവലികളിൽ നിന്ന് മോചിതരാകില്ലേ? 4. പിണറായി കാലത്തെ അധികാര പ്രദർശനത്തിൻ്റെ ഗുണഭോക്താക്കളാണോ രണ്ടാം നിരയായി പാർട്ടിയെ നയിക്കാൻ ഒരുങ്ങുന്നത്? 5. ജനപതി തിരിച്ചറിയാനുള്ള ശ്രമം പോലും നടത്താതെ വിസ്മൃതിയിലേക്ക് മാറാനാണോ കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷ പാർട്ടി സി പി എം ആഞ്ഞു ശ്രമിക്കുന്നത്? സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയാണ് ഏഷ്യാനെറ്റിനെ ചൊടിപ്പിച്ചത് എന്നതിൽ സംശയമില്ല. തെറ്റുതിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കുമല്ലോ, അതിനെന്താ സംശയമെന്ന് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുന്നു. ഈ സമയം ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നു, എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന്. ചോദ്യത്തിന് എം വി ഗോവിന്ദൻ നൽകിയ മറുപടിയാണ് ഏഷ്യാനെറ്റിന് ഈ ചർച്ചാ പരിസരം ഉണ്ടാക്കിക്കൊടുത്തത്. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്, അത് കൃത്യമായി പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് ജി സുധാകരനും ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും എടുത്തത്. പാർട്ടിയെ വഞ്ചിച്ച് ചതിച്ചാണ് അവർ പോയത്. അവർ 3 പേരും യു ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ചവരാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇതിൽ എവിടെയാണ് ഏഷ്യാനെറ്റ് കാണുന്ന തെറ്റ്? സി പി എം ഒരു കേഡർ പാർട്ടിയാണെന്ന് ഏഷ്യാനെറ്റിന് അറിയാം. അത് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണെന്നും ഏഷ്യാനെറ്റിന് അറിയാം. 3 വർഷം കൂടുമ്പോൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ സംഘടിപ്പിക്കുന്ന പാർട്ടിയാണെന്നും ഏഷ്യാനെറ്റിന് അറിയാം. നിയതമായ ചട്ടക്കൂടും ഭരണഘടനയും പാർട്ടി പരിപാടിയും സി പി എമ്മിനുണ്ടെന്നും ഏഷ്യാനെറ്റിന് അറിയാം. അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞവരെ പിന്നെ വർഗവഞ്ചകർ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുന്നത്? സി പി എമ്മിൻ്റെ പദാവലിയെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന അബ്ജോദിന് സ്ഥിരമായി വായിക്കുന്ന ഇൻട്രോകളും സ്ഥിരമായി നടത്തുന്ന സി പി എം വിരുദ്ധ ചർച്ചകളുമൊക്കെ ഒട്ടും മടുപ്പിക്കുന്നില്ലേ? ചർച്ചയിൽ പങ്കെടുക്കുന്ന കെ ജി ജ്യോതിർഘോഷ് എന്ന മാധ്യമപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ആശങ്ക പിണറായി മാത്രമാണ് ബഹുജന പിന്തുണയുള്ള നേതാവ്, മറ്റൊരാളുമില്ല എന്നതാണ്. രണ്ടാം നിര നേതാക്കളെല്ലാം പിണറായിയുടെ ആശ്രിതരാണ്. പിന്നെ ആകെയുള്ളത് കെ കെ ശൈലജയാണ്. അവരെയാണെങ്കിൽ ഒതുക്കി മൂലക്കിരുത്തി എന്നാണ് ജ്യോതിർഘോഷിൻ്റെ വലിയ കണ്ടെത്തൽ. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ, അടുത്ത പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗമാകാൻ സാധ്യതയുള്ള നേതാവിനെ സി പി എം നേതൃത്വം മൂലക്കിരുത്തി എന്നാണ് അടിച്ചുവിടുന്നത്. പിന്നെ പിണറായി വിമർശനമാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി സി പി എമ്മിന് പിണറായിയുടെ സ്വഭാവമാണെന്ന് പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകനായ ഈ വിദ്വാൻ. മൗലികമായ ഒരു കാഴ്ചപ്പാടോ പുതുതായി ഒരു വാദമുഖമോ ഉന്നയിക്കാതെ പൊതുബോധത്തിനൊപ്പം നിന്ന് തുപ്പുക മാത്രമാണ് ജ്യോതിർഘോഷ് ചെയ്തത്. ജ്യോതിർഘോഷ് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് 2000 മുതൽ ഇന്നലെ വരെ ജോസഫ് സി മാത്യുവും അഡ്വക്കേറ്റ് ജയശങ്കറും എൻ ബി ചെക്കുട്ടിയും തുടങ്ങിയ പിണറായി വിരുദ്ധ ചർച്ചാ പ്രതിഭാസങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമല്ലാതെ പുതുമയുള്ള ഒരു വിമർശനവും ഉണ്ടായില്ല എന്നതാണ്. എന്തായാലും സി പി എം പിണറായി വിരുദ്ധതയ്ക്ക് ഒത്തൊരാളെ കൂടി അന്തിച്ചർച്ചയ്ക്ക് പതിവുകാരനാക്കാൻ കിട്ടിയതിൽ ഏഷ്യാനെറ്റിന് അഭിമാനിക്കാം, ആശ്വസിക്കാം. ജ്യോതിർഘോഷിൻ്റെ ഭാഗം കഴിയുമ്പോൾ അബ്ജോദിൻ്റെ മുഖത്തു നിന്നും അത് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ പുറത്താക്കിയെന്ന കുഞ്ഞികൃഷ്ണൻ്റെ വാദം ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ബൈറ്റായി കാണിക്കുന്നുണ്ട്. സത്യത്തിൽ
തെറ്റെന്താണെന്ന് പറയാതെയാണോ കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയത്? CPMന് ദോഷകരമാകുന്ന പരസ്യ പ്രസ്താവനകൾ നടത്തിയത് പ്രധാന കാരണമായി CPM ചൂണ്ടിക്കാട്ടിയിരുന്നത് കുഞ്ഞികൃഷ്ണൻ മറന്നുപോയോ? പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം പരസ്യമായി പറഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാത്തയാളാണോ കുഞ്ഞികൃഷ്ണൻ എന്ന കണ്ണൂരിലെ മുൻ CPM നേതാവ്? UDF പിന്തുണയിൽ മത്സരിച്ച് ജയിച്ച ശേഷമാണ് ഇമാതിരി വാചക സർക്കസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് TK ഗോവിന്ദനാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയില്ല. തെറ്റുപറ്റിയത് പാർട്ടിക്കാണ്. പാർട്ടി തിരുത്തട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. TK ഗോവിന്ദൻ ഇപ്പോൾ UDF MLA ആണ്. അല്ലാതെ CPMനെ നന്നാക്കാൻ ഉൾപാർട്ടി സമരം നടത്തുന്ന കേഡറല്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിൻ്റെ ബൈറ്റ് കാണിച്ച ശേഷമായിരുന്നു ജോസഫ് സി മാത്യുവിലേക്ക് അബ്ജോദ് പോയത്. അബ്ജോദ് തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം അസംഖ്യം കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യം നിലവിലിരിക്കെ CPM ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്നതായിരുന്നു. ജോസഫിനോടുള്ള ചോദ്യത്തിൻ്റെ ഉള്ളടക്കവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ജോദിനെ ശരിവെച്ചുകൊണ്ടാണ് ജോസഫ് തുടങ്ങിയത് തന്നെ. പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം വേണം എന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം. പക്ഷേ ഇടതു നേതാക്കൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ലെന്നും അദ്ദേഹം പരിതപിക്കുന്നു. തെറ്റും ശരിയും ഇലക്ഷൻ്റെ വിജയപരാജയങ്ങളിൽ ഉണ്ടെന്നാണ് ജോസഫിൻ്റെ കണ്ടെത്തൽ. ഇലക്ഷൻ റിവ്യൂ തന്നെ എത്ര തവണ റിവ്യൂ ചെയ്തെന്ന് നമ്മൾ കണ്ടുവെന്നും ജോസഫ് പറയുന്നു. ശരിയാണ് സാറേ, തിരുത്തി പിന്നെയും തിരുത്തി തന്നെയല്ലേ ഇത്രയും കാലം CPM മുന്നോട്ട് പോയിട്ടുള്ളത്. ജോസഫ് സി മാത്യുവിനെ കേട്ടിരിക്കുന്ന അബ്ജോദിനെ കണ്ടപ്പോൾ അങ്കണവാടിയിലെ കുട്ടി ടീച്ചറുടെ പാട്ട് അത്രയും നിഷ്കളങ്കമായി തോന്നി. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPMഉം ഇടതുപക്ഷവും തോറ്റത് ഏഷ്യാനെറ്റ് പറയുന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രൊപ്പഗണ്ട നിർമ്മാണം മുതൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നിലപാടുകളിലൂടെ ആത്യന്തികമായി സംഘ് പരിവാർ സഹായത്തിൻ്റെ കൂടി പിൻബലത്തിലാണ് UDF അധികാരത്തിലെത്തിയത്. അതിന് സഹായകമായ മഴവിൽ മുന്നണി 2-2.5 കൊല്ലം മുന്നേ തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവ മുന്നോട്ട് വെച്ച പ്രൊപ്പഗണ്ടകൾക്കൊപ്പം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അജണ്ട സെറ്റിംഗും കൂടിയായപ്പോൾ ബംഗാളിലേതിന് സമാനമായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം രൂപപ്പെട്ടു. യഥാർത്ഥ ഇടതുപക്ഷം എന്ന ലേബലിൽ അറിയപ്പെടുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരും അതിനേക്കാൾ മുതിർന്ന സാഹിത്യ പ്രതിഭകളും ഇനിയും CPM വന്നാൽ ഇടതുപക്ഷം നശിച്ചു പോകുമെന്ന വ്യാജ നരേറ്റീവ് നിർമ്മിച്ചത് അബ്ജോദ് മറന്നു കാണും, ഏഷ്യാനെറ്റും മറന്നു കാണും. പക്ഷേ കേരളത്തിലെല്ലാവരും അത് മറന്നു കാണാൻ സാധ്യതയില്ല. മുള്ളു മുരുക്കി മൂർഖൻ പാമ്പ്, കല്ല് കരട് കാഞ്ഞിരക്കുറ്റി തുടങ്ങി സർവത്ര വലതുപക്ഷങ്ങളും ഒരൊറ്റ പക്ഷമായി നിലകൊണ്ടതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അക്കാര്യം വിസ്മരിച്ച് എക്കാലവും പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ആത്യന്തികമായി CPMനെയും പള്ളു പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഏഷ്യാനെറ്റും അബ്ജോദുമാരുമൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ന്യൂസ് ലാബിന് പറയാനുള്ളത്, തല്ലണ്ടമ്മാവ, ഏഷ്യാനെറ്റ് ന്യൂസ് നന്നാകില്ല. CPM നന്നായാലും ഏഷ്യാനെറ്റ് ന്യൂസ് നന്നാകില്ല. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.